ദേശീയ സരസ്മേളയുടെ ഭാഗമായിട്ട് കൊച്ചിയിൽ ഒരു പ്രത്യേക ഒരു ഐറ്റം കണ്ടപ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒരു ഡപ്പി പോലൊക്കെ തോന്നുന്നുണ്ട്. തുറന്നപ്പോൾ ഇതൊരു മൾട്ടിപർപ്പസ് ഐറ്റമാണ്. ഇതെന്തൊക്കെയുണ്ട് ഇതിനകത്ത്? തേങ്ങ ചേർന്ന ഒരു ചിരവയുണ്ട്. പാത്രം വെച്ചിട്ട് കയറി ഇരുന്ന് നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ തേങ്ങയുടെ അവിടെ തിരിഞ്ഞുള്ളൊരു സംവിധാനം അതിനകത്തുണ്ട്. നമ്മൾ സ്റ്റൂളിൽ കൊടുത്തേക്കാണ് കട്ട് ചെയ്യാം. ഇത് നമുക്ക് ഉള്ളിലോട്ട് മടക്കി വെക്കാം. അഥവാ മൂർച്ച പോയാൽ നമ്മളൊരു അരം കൊടുത്തിട്ടുണ്ട്. നമുക്ക് തന്നെ ഇങ്ങനെ മൂർച്ചയാക്കാം. ഇതായാലും നമുക്ക് അതിന്റെ ഇതിലാണ് കൊടുത്തേക്കാം. തേങ്ങാമുറി കത്തിയൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ നമ്മളിവിടെ ഒരു സ്ലൈഡറോട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് മൂവ് ചെയ്യാവുന്നതാണ്. കയറി ഇരുന്നത് ഇവിടെ പാത്രം വെക്കാം. സ്ലൈസ് ചെയ്യാം. ഇത് നമുക്ക് ഉള്ളിലോട്ട് മടക്കി വെക്കാം. അങ്ങോട്ട് കയറ്റി വെക്കാം. ഇത് ഇങ്ങോട്ട് കയറ്റി വെക്കാം. മൾട്ടിപർപ്പസ് സ്റ്റൂളാണ്. ഇതിനകത്തൊരു സ്റ്റൂൾ പോലെ ഇരിക്കുകയും ചെയ്യാമല്ലോ. നല്ല വെയിറ്റ് ഉണ്ടോ? 18 കിലോ വെയിറ്റ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. തള്ളി നീക്കാവുന്നതാണ്. സ്മൂത്തായിട്ട് നീങ്ങുന്നതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ചെറിയ സാധനമാണ് ഇത്. കുറച്ചുകൂടെ അല്ലേ? ഇത് ഒരു കുറച്ച് ക്വാളിറ്റിയുള്ള ഐറ്റമാണ്. അതിൻ്റെ തന്നെ സെയിം തന്നെ കുറച്ചുകൂടെ ചെറിയ മെറ്റീരിയലുള്ള. ഇത് ആഞ്ഞിൽ തന്നെയാണ്. ഓ ആ അത് വേറെ ഐറ്റമാണ്. എല്ലാം മൾട്ടിപർപ്പസ് ആണ്. സംഭവം എല്ലാം ഉണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ പ്രോഡക്റ്റാണ്. യൂണീക്കായിട്ട് നിങ്ങൾ നടത്തിയ ഇത് എവിടെയാണ് സ്ഥലം? വണ്ണപ്പുറം തൊടുപുഴയിലാണ്. അപ്പൊ അവിടെ ഇത് സ്ഥിരമായിട്ട് ഇത് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. പല വീടുകളിലും ഈ സാധനം ഇരിപ്പുണ്ട്. പല വീടുകളിലെ അടുക്കളയിൽ ഇരിക്കുന്ന ഐറ്റമാണ്. ഞാനിത് മറ്റു അടുക്കളയിൽ കയറാത്തോണ്ടായിരിക്കും കണ്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഇത് കണ്ടത്. ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയത്. അതവിടെ നിൽക്കട്ടെ. ഇതൊക്കെ വേറെ ഐറ്റംസ് ഉണ്ടല്ലോ. ഇതൊക്കെ ആവണപ്പല. ആവണിപ്പലയാണ്. ആവണിപ്പല മനസ്സിലായി. ചോറ് വാർക്കണം അല്ലേ? കഞ്ഞി അല്ല, ചോറാവും. വാർത്ത കഴിയുമ്പോഴാണ് ചോറാവുന്നത്. അതിൽ പൊട്ടിക്കുകയും ചെയ്യുന്നത്. ഇതെന്ത് തടിയായത്? ആഞ്ഞിലിന്റെ മഞ്ഞക്കുണ്ട്. സൈസ് അനുസരിച്ച് എല്ലാ മോഡലും വെറും കൊരണ്ടി അത്രേ ഉള്ളൂ. വീട്ടിലൊക്കെ ശല്യം ചെറുതേനീച്ച അവരെവിടെയാണോ വരുന്നത് അവിടെ കൊണ്ട് വെച്ചാൽ മതി. അവർ ഇതിലേ കയറി കൊടുക്കാതെ അതിവിടെ അടപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിലേ നോക്കാൻ പുറത്ത് പോകും. കുറേ നല്ലൊരു നോക്കി ഒരു തടസ്സമാവും. ഒരു വാണിജ്യം വാങ്ങി ഇതിനകത്ത് സെറ്റാവും. 6 മാസം കോളനിയായിട്ട് തേനീച്ചതിനകത്ത് കൂടി നമുക്ക് ഇവിടുന്ന് തന്നെ അവരെ പർച്ചേസുകളാക്കി മാറ്റി വെക്കാം. നമ്മൾ മതിലിൽ കിട്ടുമ്പോൾ തേനെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനകത്താവുമ്പോൾ നമുക്ക് തേനെടുക്കാൻ പറ്റും. അവരെ അവിടെ നമുക്ക് ഒഴിവാക്കി വേറെ മാറ്റിയെടുക്കാൻ പറ്റും. ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കെട്ടി തൂക്കിയിട്ടാലും ചെറുതേനീച്ചപ്പെട്ടിയാണ്. ചെറുതീൻ മാത്രമേ അതിനകത്ത് ചെറുതേനീച്ച കയറി പോകും. ആ ഹോളം ചെറിയ ഹോളായിരിക്കും അവരെടുക്കുന്നത്. അപ്പൊ അതിൽ കൂടെ പോകും. പിന്നെ തടസ്സമാണ് ട്യൂബ്. ഓരോ ഓട്ടോമാറ്റിക്. അപ്പൊ ശരിക്കും പറയാൻ തേനീച്ചയെ പറ്റിക്കാണ്. അങ്ങനെയാ പറയാം. നമുക്ക് തേനെടുക്കാൻ പറ്റും. ആ ശല്യം ജനലിലൊക്കെ ആകുമ്പോൾ ശല്യമാണല്ലോ. അവരെ നമുക്ക് അവിടെ ഒഴിവാക്കി എടുക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതയുള്ള ഐറ്റം. യൂണീക്ക് ഐറ്റംസ് ആണ് ഇതെല്ലാം. ചൂരല് സാധാരണ ഇതിൽ പൂക്കൂട മറ്റു ഐറ്റംസ് ഒക്കെ ഏകദേശം ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടതൊക്കെ തന്നെയാണ്. അപ്പൊ തടിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പൊതുവെയുള്ള മാർക്കറ്റിൽ കിട്ടുന്ന നല്ല സാധനങ്ങളുണ്ട്. ഇതൊക്കെ കാലങ്ങളോളം വീട്ടിൽ അടുക്കളയിൽ ആവശ്യമുള്ളതാണ്. പാചകം ചെയ്തു എല്ലാം കഴിച്ചാൽ ആരോഗ്യത്തോടുകൂടി കിടക്കാം.
അതെ സന്തോഷം. ഓക്കെ താങ്ക് യു ഇനി നമുക്ക്